ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയിട്ട് ഞാൻ വെളുപ്പിനെ എണീറ്റ് കുളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മേളിൽ കുറച്ച് റോസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറിക്കുകയാണ്. നമുക്കിന്ന് മഹാദേവനെ ഒരുക്കണമല്ലോ, അതിന് വേണ്ടി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിച്ചു ഗൈസ്. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫുള്ള് മഹാദേവനെ വിളിച്ചിരിക്കണമല്ലോ. അപ്പോൾ എല്ലാ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം, ഭയങ്കര പോസിറ്റീവ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് രാവിലെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആൾ ഇനി എത്ര മണിക്കാണ് ഒരുങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവൾ വീഡിയോ കോളൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ എന്നെ എണ്ണീറ്റല്ലോ. ഞാൻ 5 മണിക്ക്. എൻ്റെ സ്റ്റോറിയോ? എന്നാ ശരി, ഒരുങ്ങ്. ഞാൻ ഒരുങ്ങട്ടെ. ഇയാളെ അവൾ ഫോൺ വെച്ച സ്ഥിതിക്ക് ഞാൻ ഇനി പോയി ഒന്ന് ഒരുങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വ്രതമാണ്. അപ്പോൾ ഇന്ന് ഉറങ്ങാൻ പാടില്ല. അതിന് മുന്നേ മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ പട്ടുപാവടയാണ് ഞാൻ ഇട്ടത്. അവൾ ധാവണി എന്തോ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അവളുടെ വീട്ടിലോട്ട് പോകണം. എന്നിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അവളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് അവളുടെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഇല്ലെങ്കിൽ എന്താ അത് മുല്ലപ്പൂ വരുന്നു കേട്ടോ. നേരെ എടുക്കേച്ചി, നേരെ വ്ലോഗ് ഉണ്ട്, അത് മനസ്സിലായി. നേരെ ഞാൻ മലന്നടിച്ച് താഴെ വീഴ. ഞാനും പോവും, ചേച്ചിയുടെ ഫോണും പോവും. അത് ഉറപ്പാ. അങ്ങനെ ആണെങ്കിൽ എന്തൊരു ക്ലാരിറ്റിയാ, നല്ല ക്ലാരിറ്റി. പിന്നെ ഫാൻസ് എന്നെക്കാളും പറയിപ്പിക്കില്ല. മിക്കാറ് ട്രഷർ അല്ലേ നീ വെച്ചോണ്ടായിരിക്കും വരുന്നത്. നിന്നെ മഹാദേവൻ ഞാൻ ഓൾറെഡി ഇട്ട്, ഇന്നലത്തെ ഇട്ട്. നീ കണ്ടില്ലേ? ഞാൻ 5 മണിക്കാണ് ഇട്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിലാണ്. അപ്പോൾ നമ്മൾ കണ്ടീരമ്പലത്തിലാണ് വന്നത്. ഇനിയിപ്പോൾ തൊഴുതിട്ട് നമുക്ക് കാണാം. അതൊക്കെ ദാനം ചെയ്യുക.
എടുക്കണം. നിങ്ങൾ എന്ത് ഈ വീഡിയോ എടുത്ത് നടക്കുന്നത്? എനിക്ക് സെൽഫി എടുത്തതാ. നമ്മള് പോസ്റ്റ് ഇനി പുറകു വിളക്ക് തൊഴണ്ടേ? വിളക്ക് തൊഴാൻ പോവാ. അമ്മായി സെറ്റ് സാരിയൊക്കെ ഹാഫ് സാരിയൊക്കെ കൊടുത്തോണ്ട് വന്നേക്കുവാ രാത്രിക്ക്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരറിയാമോ? പ്രേംശങ്കർ. ഞാൻ ആനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമോ? വീട്ടിൽ ഒറ്റ വിചാരം. ചേച്ചി ഒരു സെൽഫി എടുത്ത് ചേച്ചി. ഞാൻ വ്ളോഗിന് എടുക്കുക. അയ്യോ വെയിലാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. തുടങ്ങിയേക്കും. ഓടിക്കോ പോ. യോടാ ടാറ്റാ. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരിക്കലൂണാണ് ഇന്നും. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് ഇന്നും കഴിച്ചത്. ഇനി ഞാനൊരു 6 മണിയായപ്പോൾ വിളക്ക് കത്തിച്ചതാണ്. ആ സമയം നേരത്തെയുള്ള ഫ്ലവേഴ്സ് എല്ലാം മാറ്റിയിട്ട് പുതിയ ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ വ്രതമാകുമ്പോൾ നമ്മൾ 2 നേരം കുളിക്കണമല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട്. വൈകുന്നേരത്തെ ഫുഡ് ഒരു 7:30 ആയപ്പോഴാണ് കഴിച്ചത്. ഇനിയിപ്പോൾ അരിയാഹാരം ഒന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുഴുക്കാണ് കഴിച്ചത്. കഴിഞ്ഞ വ്ളോഗ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ എടുത്ത് അതിൻ്റെ വീഡിയോസ് ഇടാത്തത്. ഫുഡ് കഴിച്ച ശേഷം ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അതുവരെ ഫുഡ് കഴിക്കുകയൊന്നുമല്ല. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ 8:30 തൊട്ട് ഇനി അങ്ങോട്ട് ഇരിക്കാൻ പോവാണ്. ഞാനങ്ങനെ ഓം നമഃ ശിവായൊക്കെ ചൊല്ലിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ 12 മണിയായി. എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല ടൈമൊന്നും. അങ്ങനെ കുറേ കഴിഞ്ഞ് 1 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചു. ഓറഞ്ചൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വീണ്ടും വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. ഇതാണ് നിന്റെ ശിവരാത്രി വ്രതം. ശിവന്റെ പ്രശ്നം ഇത് വെച്ചോണ്ടിരുന്ന സ്തോത്രം. ഞാനിങ്ങനെ ഓം നമഃ ശിവായ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ 3:30 ആയി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ റോസ് പെറ്റൽസ് എല്ലാം കൊണ്ടാണ് ഒന്ന് ഒരുക്കിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുക്കി വന്നപ്പോൾ കേട്ടോ. പിന്നെ ഒരു മാലയൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ കൂവളമാലയൊന്നും കെട്ടാൻ അറിയത്തില്ല. ഇവിടെ കൂവള ഇല്ലെന്ന് താനും. പിന്നെ വേറെ ഒന്നും എനിക്ക് മാല കെട്ടാൻ വേണ്ടി കിട്ടിയില്ല. മുല്ലപ്പൂ ഇല്ലായിരുന്നല്ലേ ഞാൻ കെട്ടിയാനും. അപ്പം നമ്മുടെ രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വിളക്ക് കത്തിക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഗൈസ്. രാവിലെ വിളക്ക് വെച്ചപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല. ശിവരാത്രിക്ക് ഉറങ്ങല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ചിട്ട പാലിച്ചതിന് ഭയങ്കര സന്തോഷം. ഇപ്പം 6 മണിയായി. ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ഞാൻ വ്രതം മുറിക്കാമെന്നാണ് വെക്കുന്നത്. ഇപ്പം കറണ്ട് പോയേക്കാണ് കേട്ടോ. അങ്ങനെ 6:30 ആയി ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്രതം മുറിക്കാം. അപ്പോൾ ഞാനങ്ങനെ വ്രതം മുറിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. മഹാദേവൻ കൂടെ നിന്നു. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴേ ഉറങ്ങിയണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.